പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ഓരോ ഹൃദയങ്ങളിലും ജീവനായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് 2 എപ്പിസോഡ് ഇതിനു മുമ്പ് ഇത് ഇറക്കി കഴിഞ്ഞു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് 3-ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പുള്ള ക്രിസ്മസുമായി ബന്ധപ്പെട്ട ആ കാര്യങ്ങൾ വചനവുമായി ബന്ധപ്പെട്ട് കേൾക്കാത്തവരുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് എംപറർ ഇമ്മാനുവേലുമായി ബന്ധപ്പെട്ട ആ കൾട്ട് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്പിരിറ്റ് ഇൻ ജീസസിന്റെ ഒരു തെറ്റായ പ്രബോധനം പങ്കുവയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ വിഗ്രഹങ്ങളെ നിർമ്മിച്ച് അതിനെ ചുംബിക്കാനും മുട്ടുകൂത്താനും ഒക്കെ പ്രേരണ കൊടുക്കുന്ന തെറ്റായ ഒരു കൾട്ട് ഉപദേശത്തെക്കുറിച്ച്, അതൊക്കെ മുൻപുള്ള 2 കാര്യങ്ങളിൽ പഠിപ്പിച്ചു കഴിഞ്ഞു. ഇനി 3-ാമത് ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 28-ൽ ദൂതൻ അവളുടെ അടുത്തു വന്ന് പറഞ്ഞു, ദൈവ കൃപ നിറഞ്ഞവളെ സ്വസ്തി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ മുൻപേ ഈ സ്ത്രീ ആരാണെന്നും ഹാൽമ, അതിന്റെ അർത്ഥം എന്താണ്, ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇവിടെ പറയുകയാണ് ദൈവ കൃപ നിറഞ്ഞവളെ. അതിനർത്ഥം കൃപ ലഭിച്ചവളെ എന്നാണ്, കൃപ അണിയിക്കപ്പെട്ടവളെ എന്നാണ് ദൂതൻ പറയുന്നത്. അപ്പൊ ഈ കൃപ മറിയത്തിന് എവിടെ നിന്ന് വന്നു? കൃപ എവിടുന്നാണ് മറിയത്തിന് ലഭിച്ചത് എന്ന് യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിന്റെ 16-17 തിരുവചനത്തിൽ കാണുന്നു. അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. അപ്പോൾ കൃപ യേശുവിൽ നിന്ന് വന്നതാണ്. അപ്പൊ യേശു ആദ്യം മുതലേ ഉള്ളവൻ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, ആ വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന് യോഹന്നാൻ 1:14 പറയുമ്പോൾ യേശുവിന്റെ പൂർണ്ണതയിൽ നിന്നാണ് കൃപ വെളിപ്പെടുന്നത്. ഇനി ഒന്നുകൂടെ 17 നോക്കിയാൽ ആ സംശയം ക്ലിയർ ആവും. എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ യേശു ക്രിസ്തു വഴി ഉണ്ടായി. അപ്പോൾ ഉത്തരം ഇതാണ്, മറിയത്തിന് കൃപ അണിയിക്കപ്പെട്ടത്, കൃപ ലഭിച്ചത് യേശു ക്രിസ്തുവിലൂടെയാണ്. യേശുവിലൂടെ അല്ലാതെ ഈ ഭൂമിയിൽ ആർക്കും കൃപ ലഭിക്കുന്നില്ല. അപ്പോൾ യേശു ആദ്യം മുതലേ ഉള്ളവനായതുകൊണ്ട് ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നവർക്കും യേശുവിലൂടെയാണ് കൃപ ലഭിച്ചത്. എഫേസ്യർ 2:8 വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല. അപ്പൊ സ്വയമായി നമ്മളിൽ ഉളവാകുന്നതല്ല കൃപ. അത് ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ, അഥവാ ദൂതൻ പറഞ്ഞ വചനം വിശ്വസിച്ചതുവഴി, ആ വചനം സ്വീകരിച്ചതുവഴി കൃപയാൽ മറിയം നിറയപ്പെട്ടു. അതുകൊണ്ടാണ് കൃപ ലഭിച്ചവൾ എന്ന അർത്ഥത്തിൽ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിന്റെ, ലൂക്കായുടെ സുവിശേഷം അതിന്റെ 1-ാമത്തെ അധ്യായം 47-ാമത്തെ തിരുവചനത്തിൽ മറിയം പറയുന്ന പ്രാർത്ഥന എന്താണ്? മറിയത്തിന്റെ സ്തോത്രഗീതം. എന്റെ ചിത്തം, എന്റെ മനസ്സും ആത്മാവും കൂടെ ചേർന്ന എന്റെ ഉള്ളം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഏത് രക്ഷകനാ? യേശു ക്രിസ്തു. അപ്പൊ മറിയം പറഞ്ഞത് എന്റെ രക്ഷകനാണ് യേശു, ആ യേശുവിൽ ഞാൻ ആനന്ദിക്കുന്നു. ഇന്ന് നമുക്ക് എന്തെങ്കിലും സ്തോത്രഗീതമോ പ്രാർത്ഥനയോ ഉണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ പാടാൻ തുടങ്ങുക, ആരാധിക്കാൻ തുടങ്ങുക, നന്ദി പറയാൻ തുടങ്ങുക. മറിയത്തെ രക്ഷിച്ച രക്ഷകൻ യേശുവാണെന്ന് മറിയത്തിന് തിരിച്ചറിവുണ്ടായി. പക്ഷെ നമുക്ക് പലർക്കും അറിവില്ലാതായി പോയി. നമ്മുടെ ഈ പ്രാർത്ഥനയും ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു കാലം ഉണ്ടായാൽ, ഇനി അഥവാ നമ്മൾ കർത്താവിന്റെ അടുക്കിലേക്ക് എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മളും മറിയും എല്ലാം കൂടിയാണ് കർത്താവിനെ സ്വീകരിക്കാൻ വാടമകളിലേക്ക് പോവുക. മറിയത്തോട് നീ ചോദിച്ചാൽ മറിയത്തിനുണ്ടാകുന്ന വേദന എത്ര വലുതായിരിക്കും. ഞാൻ എൻ്റെ രക്ഷകനായ ക്രിസ്തുവിലൂടെ രക്ഷിക്കപ്പെട്ടു, ഇവര് എന്നെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു, എന്നെ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുന്നു. എത്ര വലിയ തെറ്റാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, വിശ്വാസം വഴി കൃപയാൽ മറിയം പോലും രക്ഷിക്കപ്പെട്ടു എന്ന് വചനം കാണുകയാണ്. വേറെ ഒരു തെറ്റായ ഒരു കൾട്ട് ഉപദേശമാണ് അമലോത്ഭവയാ മാതാവേ. പണ്ട് ഞങ്ങളൊക്കെ ഇത് പാടിയിട്ടുണ്ട്. തിരിച്ചറിയാൻ ദൈവം കൃപ തന്നു. എളുപ്പമല്ല ആ സ്പിരിറ്റ് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തു പോകാൻ. അർത്ഥം അമലോത്ഭവം എന്ന് പറഞ്ഞാൽ ഉത്ഭവ പാപമില്ലാത്തവളെന്ന. അതായത് മറിയത്തിന്, ബാക്കി എല്ലാവർക്കും പാപമുണ്ട്, മറിയത്തിന് മാത്രമില്ലെന്ന്. ഇത് എവിടുന്ന് കിട്ടി ഈ സിദ്ധാന്തം? മറിയത്തിൽ ആദ്യ പാപമില്ല എന്നുള്ള ഈ തെറ്റായ ഉപദേശം മനുഷ്യർക്ക് എവിടെ നിന്ന് ലഭിച്ചു? അപ്പസ്തോലന്മാർക്കാർക്കും ഇത് കിട്ടിയിരുന്നില്ല. മറിയത്തിനും കിട്ടിയില്ല, യേശുവിനും കിട്ടിയില്ല. യേശുവിന്റെ കൂടെ നടന്ന അപ്പസ്തോലന്മാർക്കോ പൗലോസിനോ ആർക്കും ഇത് മനസ്സിലായില്ല. അതുകൊണ്ടാണ് റോമ 5:12 റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 12 പറയുന്നത്, ഒരു മനുഷ്യൻ മൂലം പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു, അപ്രകാരം എല്ലാവരും പാപം ചെയ്തുകൊണ്ട് മരണം എല്ലാവരിലും വ്യാപിച്ചു.
അപ്പൊ ഒരു മനുഷ്യൻ മൂലം, അതായത് ആദാം മൂലം പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു. അപ്രകാരം എല്ലാവരും പാപം ചെയ്തു. അതിനിടയ്ക്ക് മറിയത്തിന് പാപം ഇല്ലായിരുന്നെങ്കിൽ അത് വ്യക്തമാക്കുമായിരുന്നു. പൗലോസ് പറഞ്ഞിരിക്കുന്നത് ഈ എഴുത്ത് തെറ്റായി പോയേനെ. തെറ്റാണെങ്കിൽ പിന്നെ ഈ റോമാക്കാർക്ക് എഴുതിയ ലേഖനം ബൈബിളിന്റെ കൂടെ ചേർക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇതൊക്കെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ചിലര് കൊണ്ടുവന്നൊരു കൾട്ട് ഉപദേശത്തിന്റെ ഭാഗമാണ്. മറിയം അമലോത്ഭവയാണ്, ഉത്ഭവ പാപമില്ലാത്തവളാണ് എന്ന സിദ്ധാന്തം. എല്ലാവരും പാപികളാണെന്ന് വചനം നമ്മെ വ്യക്തമായി അറിയിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 3:23 മുതൽ എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി. അവിടെ മറിയത്തെ മാറ്റി നിർത്തിയിട്ടില്ല. ഈ പാപം ചെയ്ത അവർ അവിടുത്തെ കൃപയാൽ യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. അപ്പോൾ മറിയവും നമ്മളെല്ലാവരും വീണ്ടെടുക്കപ്പെട്ടത്, രക്ഷ പ്രാപിച്ചത് യേശുക്രിസ്തുവിലൂടെയാണ്. ഉത്ഭവ പാപമില്ലാത്തവളല്ല മറിയവും പാപത്തോടുകൂടെ തന്നെയാണ് പിറന്നത്. നമുക്ക് എങ്ങനെയാണോ ഈ രക്ഷ കിട്ടിയത്, അതുപോലെ തന്നെ ക്രൂശ് മരണത്തിലൂടെ മറിയത്തിനും ആ പൂർണ്ണ രക്ഷയിലേക്ക് പ്രവേശിക്കാൻ പറ്റി. രക്ഷകനായ യേശുവിനെ അവൾ വിശ്വസിച്ചു, സ്വീകരിച്ചു, അവൾ രക്ഷിക്കപ്പെട്ടു. ഹല്ലേലൂയ. രക്ഷിക്കപ്പെടണമെങ്കിൽ മറിയം പാപിയായിരുന്നു എന്നത് നിശ്ചയം. ഇല്ലെങ്കിൽ മറിയം ലൂക്ക 1 ആ പ്രാർത്ഥന പ്രാർത്ഥിക്കത്തില്ലായിരുന്നു. 47 എൻ്റെ രക്ഷകനായ യേശുവിൽ ഞാൻ ആനന്ദിക്കുന്നു എന്ന് മറിയം പ്രാർത്ഥിക്കത്തില്ലായിരുന്നു. മറിയം പാപരഹിതയാണെന്ന് ബൈബിളിൽ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് അമലോത്ഭവ സിദ്ധാന്തം ഒരു വ്യാജ സിദ്ധാന്തമാണ്. അതുപോലെ മറിയം ഇവിടുന്ന് സ്വർഗത്തിലേക്ക് ശരീരത്തോട് എടുക്കപ്പെട്ടു എന്നുള്ള പദവും ഒരു വ്യാജ സിദ്ധാന്തം തന്നെയാണ്. കാരണം മറിയത്തെ അടക്കിയിരിക്കുന്ന സ്ഥലമുണ്ട്. യേശുക്രിസ്തു അല്ലാതെ മറ്റാരും സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടില്ല. യേശുവിൻ്റെ വരവ് വരെ ആരും പോകത്തില്ലെന്നും മരിച്ചു പോയവരെല്ലാം പറുദീസയിലായിരിക്കുമെന്നെല്ലാം വചനത്തിൽ കഴിഞ്ഞ ഓരോ ഘട്ടങ്ങളിലും നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. വേണമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 3:13 കൂടെ ശ്രദ്ധിക്കാം. യോഹന്നാൻ 3:13 സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഉൽപ്പത്തി 3:15 പിശാചിന്റെ തലയെ തകർത്തു യേശുവാണെന്ന് നമ്മൾ കണ്ടു, മറിയമല്ല. അങ്ങനെ ഒരു പ്രാർത്ഥനയും തെറ്റാണെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, AD 325 ശേഷം കോൺസ്റ്റന്റൈൻ ചക്രവർത്തി റോമ രാജ്യത്തിലുള്ള സകലരോടും ഒരു പ്രഖ്യാപനം നടത്തി. എല്ലാ ജാതികളും അദ്ദേഹത്തിന്റെ കീഴിലുള്ള റോമിലുള്ള സകലരും ക്രിസ്ത്യാനിയാകണമെന്നുള്ള ഒരു നിർബന്ധിതമായ ഒരു പ്രഖ്യാപനം. മാത്രമല്ല, ക്രിസ്തീയ മതത്തെ ഒഫീഷ്യൽ മതമായി ക്രിസ്ത്യാനിയെ പ്രഖ്യാപിച്ചു. അവിടെ ഉണ്ടായിരുന്ന ബഹുഭൂരിപക്ഷ ജാതികളും ഇല്ലെങ്കിൽ വാളിനിരയായി തീർന്നേനെ. കാരണം രാജാവിന്റെ കൽപ്പനയാണ്. അവരെല്ലാം ക്രിസ്ത്യാനികളായി. അവർ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടല്ല, മാനസാന്തരപ്പെട്ടിട്ടല്ല, വചനം സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ടിട്ടല്ല. ഇതൊരു മതമായി മാറുകയാണ് ആ കാലഘട്ടത്തിൽ. ഇവരുടെ ഇടയിൽ ഒരുപാട് അന്യാരാധനകൾ ഉണ്ടായിരുന്നു. അതിലൊന്നാണ് സൂര്യദേവന്റെ ജന്മദിനത്തിന്റെ ആഘോഷം. അത് ഡിസംബർ 25 അവരാഘോഷിച്ചിരുന്നത്, സൂര്യദേവന്റെ പിറന്നാൾ. അപ്പൊ ഇവരാഘോഷിച്ചിരുന്ന പല ആചാരങ്ങളും വിഗ്രഹാരാധനയൊക്കെ ഇല്ലാതെ വന്നപ്പോൾ അവർക്ക് ഭയങ്കര പ്രയാസമായി. അപ്പൊ ഈ രാജാവ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി എന്ത് ചെയ്തു? അവർക്ക് ചില അനുവാദങ്ങൾ കൊടുത്തു. ഇങ്ങനെയുള്ള ആചാരങ്ങൾ ക്രിസ്തുവുമായി ബന്ധപ്പെടുത്തി ആചരിച്ചോളാൻ പറഞ്ഞു. ഉദാഹരണം, ഡിസംബർ 25 സൂര്യദേവന്റെ ആ പിറന്നാളിനെ യേശുവിന്റെ ജനനമാക്കി തീർത്തത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ്. ക്രിസ്മസ് ആയിട്ട് അതിനെ ആഘോഷിക്കാൻ അനുവാദം നൽകി. ക്രിസ്തുവിന്റെ ഒരു മാസ് എന്നാണ് അതിന്റെ അർത്ഥം. സൂര്യദേവന്റെ ആ പിറന്നാൾ ദിവസത്തെ അവരെന്തൊക്കെ ചെയ്തു അത് മുഴുവൻ ക്രിസ്മസിന് സമ്മാനങ്ങൾ കൈമാറുന്നു, ഭക്ഷണത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ ക്രിസ്മസിന്റെ ആരംഭം അങ്ങനെയാ. യേശു ക്രിസ്തുവിന്റെ കാലത്ത്, യേശു ജീവിച്ചിരുന്നപ്പോൾ യേശുവിന്റെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ല. യേശു മരിച്ച ശേഷം യേശുവിന്റെ ശിഷ്യന്മാര് 10, 35, 40 വർഷത്തെ ചരിത്രം നമുക്ക് ബൈബിളിൽ ലേഖനങ്ങളിൽ കാണാം. അവരാരും അതിനൊന്നും ഇത് കൊടുത്തില്ല. അങ്ങനെ ഒരു പെരുന്നാളോ ആഘോഷമൊന്നും ഉണ്ടായിരുന്നില്ല. ജീവിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഉപദേശം. യേശു ഉണ്ണിയായി പിറന്ന് വളർന്ന് വലുതായി യേശു ക്രൂശിൽ മരിച്ച് ഉദ്ധാനം ചെയ്ത് പിതാവിന്റെ വലതുഭാഗത്തിരിക്കുമ്പോൾ യേശുവിന്റെ ജന്മദിനം ആഘോഷിച്ച് മദ്യം കുടിച്ച് തീറ്റയും കുടിയുമായിട്ട് ഈ സൂര്യദേവന്റെ പിറന്നാളിന് പകരമായിട്ട് സൂര്യദേവന്റെ മുമ്പിൽ എന്തെല്ലാം അവർ കാഴ്ചകൾ അർപ്പിച്ചു, അതൊക്കെയാണ് ഈ ക്രിസ്മസിന് കാണിക്കുന്നതും പ്രവർത്തിക്കുന്നതും ചെയ്യുന്നതും. ഈ സമ്മാനങ്ങളൊക്കെ പരസ്പരം കൈമാറുന്നതൊക്കെ ഉണ്ടല്ലോ ഈ സ്കൂളുകളിലും സ്ഥാപനങ്ങളിലും ഒക്കെ. ആൾക്കാർക്ക് അതൊരു ഇഷ്ടമാണ്, സമ്മാനം കൈമാറുക. അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ അത് വന്നത് എവിടെ നിന്നാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. മാത്രമല്ല, പിന്നീട് ഈ ക്രിസ്മസ് ആഘോഷത്തിലേക്ക് ഈ സാന്താക്ലോസ്, ക്രിസ്മസ് അപ്പൂപ്പൻ എന്നു പേരുള്ള ഒരു പുരാണ കഥാപാത്രം കടന്നു വന്നു.
ഇത് സെന്റ് നിക്കോളാസിന്റെ രീതിയിൽ തുടങ്ങിയതാ. സെന്റ് നിക്കോളാസിന്റെ തിരുനാൾ ഡിസംബർ 6-നായിരുന്നു. പിന്നീട് ഈ 12-ാം നൂറ്റാണ്ടിന് ശേഷം ഡിസംബർ 25-ന്, ഇത് രണ്ടും കൂടെ ഡിസംബർ 6-നും 25-നും യേശുവിൻ്റെയും അദ്ദേഹത്തിൻ്റെയും കൂടെ ഒരുമിച്ച് അങ്ങോട്ടാക്കി. അങ്ങനെ പിന്നീട് ഈ നിക്കോളോസ് ഈ ക്രിസ്മസ് അപ്പൂപ്പനായി മാറുകയാണ്, സാന്താക്ലോസ് ആയി മാറുകയാണ്. പലയിടത്തും പല രീതിയിലാണ്. ഫാദർ ക്രിസ്മസ്, സാന്ത, നമ്മളിവിടെ ക്രിസ്മസ് അപ്പൂപ്പൻ എന്നൊക്കെയല്ലേ വിളിക്കുന്നത്. അപ്പൊ ക്രിസ്മസ് രാവിലെ സമ്മാനങ്ങൾ കൊണ്ടുവരും എന്നൊക്കെ ഒരു പ്രചരണം ഇതിലൂടെ ഉണ്ടായി. കണ്ണടകൾ ധരിക്കുന്ന വെളുത്ത രോമമുള്ള കോളറും ചുവന്ന കോട്ടും ചുവന്ന തുപ്പിയും വെള്ളത്താടിയും സമ്മാനങ്ങൾ നിറച്ച ബാഗും ചുമന്ന ബൂട്ടുകളും ധരിച്ച് ഓഹോ എന്ന് ശബ്ദമുണ്ടാക്കി ചിരിച്ചുകൊണ്ട്, പ്രൈസ് ദി ലോർഡ്, അങ്ങനെ ഒരു രൂപമാണ് ഈ സാന്താക്ലോസ്. 2010 ജോനാഥൻ മിത്ത് സാന്താക്ലോസിനെ അവതരിപ്പിച്ചു. ആ ചിത്രം ഇന്നും ഉണ്ട്. ഇന്നത്തെ സാന്താക്ലോസ് എല്ലാം ഈ 2010 ജോനാഥന്റെ ഡ്രസ് ശൈലി, തൊപ്പി, താടി, രൂപം, അത് ഇന്നും തുടർന്നു കൊണ്ടുപോവുകയാണ്. ജോനാഥൻ മിത്തിനെയാണ് നമ്മൾ വലിയ അപ്പൂപ്പനാന്നൊക്കെ പറഞ്ഞ് കൊണ്ടു നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഏതോ ഒരു പാവം സെന്റ് നിക്കോളോസ് ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് സത്യത്തിൽ 1969 ഇങ്ങനെ ഒരു വിശുദ്ധൻ പോലും ഇല്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ വിശുദ്ധരുടെ പട്ടികയിൽ നിന്നും ഈ സെന്റ് നിക്കോളോസിനെ നീക്കം ചെയ്തു. ഈ സെന്റ് നിക്കോളോസ് ആണ് ആരായിട്ട് വരുന്നത്? ഈ സാന്താക്ലോസ് ആയിട്ട് വരുന്നത്, ഈ ക്രിസ്മസ് പപ്പ. അപ്പൊ സഭയിൽ നിന്ന് പോലും അത് നീക്കം ചെയ്തിട്ടും നമ്മൾ നീക്കം ചെയ്തിട്ടില്ല. നമ്മളിപ്പോഴും ഈ ആഘോഷത്തിന്, സാന്താക്ലോസ് ഇല്ലാത്ത എന്തൊരു ആഘോഷമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആഘോഷങ്ങളും പെരുന്നാളുകളും ഒന്നുമല്ല ഈ കാലഘട്ടത്തിൽ ഈ ലോകത്തിന് ആവശ്യം എന്നത് മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. കുറെ തീനും കൂടിയും ഇവിടെ ഉണ്ടാക്കുന്ന കുറെ മദ്യവിൽപ്പനയിൽ 1-ാം സ്ഥാനം, പണ്ട് ചാലക്കുടിയിൽ 1-ാം സ്ഥാനമായിരുന്നു, അതിനുശേഷം വേറെ സ്ഥലത്തേക്കൊക്കെ മാറി എന്നൊക്കെ കേൾക്കുന്നു. ഇതൊക്കെ ആഘോഷിക്കാനും തിന്നാനും കുടിക്കാനും ഒരുമിച്ച് കൂടാനും ഇതിനാണോ നമ്മൾ ക്രിസ്തുവിന്റെ ജന്മദിനം ഉപയോഗിക്കേണ്ടത്? പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പി 2-ാം അധ്യായം, യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ആ മനസ്സല്ലേ നമുക്കുണ്ടാകേണ്ടത്. 5-ാം വാക്യം, ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്നു. ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതെ കുരിശു മരണം വരെ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി. ആ യേശുവിനെ, ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു, എൻ്റെ പാപത്തെ വഹിച്ച യേശു, കാലസമ്പൂർണതയിൽ സ്ത്രീയിൽ നിന്ന് ജാതനായവന്റെ ആ ഉണ്ണിയേശുവിന്റെ ജന്മദിനം ആഘോഷിച്ച് നടക്കാതെ ആ യേശുവിനെ കർത്താവാണെന്ന് തിരിച്ചറിഞ്ഞു, ഹൃദയത്തിൽ സ്വീകരിച്ച് അവനിൽ വിശ്വസിച്ച് അവന്റെ വാക്കുകൾക്ക്, വചനത്തിന് കീഴ്പ്പെട്ട്, പ്രൈസ് ദി ലോർഡ്, ദൈവമഹത്വത്തിനായി അവനെ പോലെ താഴ്മയോടെ ജീവിക്കാൻ ശ്രമിക്കുക. ഹല്ലേലൂയ. പിതാവേ, സ്വർഗീയ പശ്ചാത്തലമുള്ള കൃപ ഓരോ മക്കൾക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് ജനത്തെ വിടുവിക്കണമേ. ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്ന് വിടിപ്പിച്ച് സത്യവചനപ്രകാരം ക്രിസ്തുവിനെ കൈക്കൊണ്ടൊരു നല്ല ക്രിസ്ത്യാനിയായി മായയായ വചനത്തിൽ നിന്ന്, തെറ്റായ സുവിശേഷത്തിൽ നിന്ന്, മറ്റൊരാത്മാവിൽ നിന്ന്, മറ്റൊരു ക്രിസ്തുവിൽ നിന്ന് വിടുവിക്കപ്പെട്ട് പുറത്തു വരുവാൻ ഈ മക്കളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മെ പുത്രന്മാരായി ദത്തെടുത്ത് നിയമത്തിന് കീഴിൽ കഴിഞ്ഞ നമ്മെ യേശു ക്രിസ്തു വിമുക്തമാക്കി കഴിഞ്ഞു. ഗലാത്യ 4:5, ഗലാത്യ 4:6, നിങ്ങൾ മക്കളായതുകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന തന്റെ പുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. ഇനി നിങ്ങളാണ് പുത്രന്മാർ, ഉണ്ണികൾ, ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരും. അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ തക്കവിധം യേശു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ വന്ന് തന്റെ രക്തം കൊടുത്ത് നമ്മെ ദത്തെടുത്തു, നമ്മളെ സ്വന്തമാക്കി. ന്യായപ്രമാണത്തിന്റെ അധീനതയിൽ നിന്ന് നമ്മളെ യേശു മോചിപ്പിച്ചു. അതുകൊണ്ട് ന്യായപ്രമാണത്തിന് കീഴിൽ കിടക്കുന്നവർ ഇപ്പോഴും ദാസന്മാരാണ്. നാം സ്വീകരിച്ചിരിക്കുന്നത് പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ്.
അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന തന്റെ പുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാൻ അധികാരം ലഭിച്ചു. യോഹന്നാൻ 1:12. വിശ്വസിക്കുന്നവർ ദൈവത്തിന്റെ മക്കളായി തീരുകയാണ്. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 4:7 നീ ഇനിമേൽ ദാസനല്ല, പിന്നെയോ പുത്രനാണ്. പുത്രനെങ്കിൽ ദൈവഹിതമനുസരിച്ച് അവകാശിയുമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു വരുന്നതിന് മുമ്പ് നാം എല്ലാവരും ന്യായപ്രമാണത്തിന്റെ കീഴിലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിൻ കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചത് ന്യായപ്രമാണത്തിന് കീഴുള്ള നമ്മെ വിലയ്ക്ക് വാങ്ങി നാം പുത്രത്വം പ്രാപിക്കേണ്ടതിനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ന്യായപ്രമാണത്തിന്റെ കീഴിലായിരുന്നു യേശുവിന്റെ വരവ് വരെയും നമ്മൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഗലാത്യ 3:23 വിശ്വാസം ആവിർഭവിക്കുന്നതിന് മുൻപ് നമ്മൾ നിയമത്തിന്റെ കാവലിലായിരുന്നു. എന്താണ് വിശ്വാസം? ക്രിസ്തു വരുന്നതിന് മുൻപ് നിയമമായിരുന്നു നമ്മുടെ കാവൽ. എന്നിട്ട് പറയണ വിശ്വാസം വെളിപ്പെടുന്നത് വരെ നിയന്ത്രണാധീനരായി കഴിയുകയും ചെയ്തു. നിയമത്തിന്റെ കീഴിൽ നമ്മൾ നിയന്ത്രിക്കപ്പെടുകയായിരുന്നു. ക്രിസ്തു വെളിപ്പെടുന്നത് വരെ. യേശു നമ്മിൽ വെളിപ്പെട്ടാൽ പിന്നെ ന്യായപ്രമാണത്തിലെ ഒന്നും നമ്മളെ ഭരിക്കുകയില്ല. പുത്രന്റെ സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുകയാണ്. അതിനർത്ഥം ദൈവത്തിന്റെ പുത്രനും പുത്രിയുമായി തീരുന്നു എന്ന അർത്ഥം. ഹല്ലേലൂയ. 24 വാക്യം, തന്നിമിത്തം നമ്മൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുവിന്റെ ആഗമനം വരെയും നിയമം നമ്മുടെ പാലകനായിരുന്നു. നിയമം ഒരു ദാസനെ പോലെ നമ്മളെ സൂക്ഷിക്കുകയായിരുന്നു. ഒരു ശിശുപാലകനെ പോലെ നമ്മളെ പാലിച്ചു കൊണ്ടു നടക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോഴാകട്ടെ 25 വിശ്വാസം സമാഗതമായ നിലയ്ക്ക് നമ്മൾ പാലകന് അധീനരല്ല. അഥവാ ഇനിമേൽ നമ്മൾ ദാസ്യത്വത്തിന്റെ ആത്മാവിന് കീഴിലല്ല, പിന്നെയോ പുത്രനാണ്, മക്കളാണ്. മക്കളെങ്കിൽ ദൈവഹിതമനുസരിച്ച് അവകാശികളുമാണ്. ഹല്ലേലൂയ. യഥാർത്ഥത്തിലുള്ള വചനപ്രകാരം മുന്നോട്ട് പോകുവാൻ സ്വർഗം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ വചനത്തിന്റെ ശക്തി നമ്മളെല്ലാവരുടെ മേലും വെളിപ്പെടട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ഇതിനു മുമ്പുള്ള 2 എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കാണണമേ. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ.